തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമം കാസർഗോഡ് ഘടകത്തിന്റെ പൂജിതപീഠം സമർപ്പണത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട്ട് സത്സംഗം സംഘടിപ്പിച്ചു. ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യ ജ്ഞാനതപസ്വി പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. സ്ത്രീകളുടെ ഉന്നമനത്തിലൂടെ മാത്രമേ വീടിനും കുടുംബത്തിനും സമൂഹത്തിനും ഉന്നമനമുണ്ടാവുകയുള്ളൂ എന്നും നവജ്യോതി കരുണാകര ഗുരു സ്ത്രീകളുടെ ഉന്നമനത്തിനായി വിവിധങ്ങളായ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയുണ്ടായെന്നും വിശ്വപ്രസിദ്ധമായ തിരുവനന്തപുരത്തെ ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യ ജ്ഞാനതപസ്വി പറഞ്ഞു. ശാന്തിഗിരി ആശ്രമം കാസർഗോഡ് ഘടകത്തിന്റെ പൂജിതപീഠം സമർപ്പണത്തിന് മുന്നോടിയായി ഹോസ്തൃകൽ ലയൺസ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച വാർഷിക സത്സംഗത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു സ്വാമിജി. ദേവൻ എന്താണ്, ഗുരു എന്താണ്, മഹാത്മാവ് എന്താണ്, ത്രികാലജ്ഞാനി എന്താണ് എന്നുള്ള ആ ഒരു വ്യത്യസ്തത നമുക്കറിയില്ല. കാരണം എന്താ, നമ്മുടെ മുമ്പിൽ എല്ലാം ഇങ്ങനെ കൂട്ടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അതിന്റെ സത്യത്തിന്റെ ആത്മാക്കളായിട്ടുള്ള മഹാത്മാക്കൾ വരുമ്പോൾ അവരെ നമ്മൾ തിരിച്ചറിയാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു കെടുതി ഇന്ന് നമ്മുടെ കുടുംബത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്, വ്യക്തി ജീവിതത്തെ കാർന്നുകൊണ്ടിരിക്കുകയാണ്. പരിപാടിയിൽ പി പ്രേമരാജൻ ആമുഖ ഭാഷണം നടത്തി. കാസർഗോഡ് ഘടകത്തിന്റെ ഇൻചാർജ് സ്വാമി ആത്മബോധ ജ്ഞാനതപസ്വി മുഖ്യ അതിഥിയായി പങ്കെടുത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഈ പരമ്പരയ്ക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് പ്രകാശനത്തിന് വാക്കുകൾ സങ്കല്പമായി പറഞ്ഞു കിട്ടും. അങ്ങനെ ഈ ഒരു 40 സങ്കല്പം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജന്മദോഷങ്ങൾ, നമ്മൾ ജനിച്ച ആ ഒരു ജന്മരാശിയിലുള്ള ദോഷങ്ങളും അതുപോലെ നമ്മുടെ കർമ്മഗതിയിൽപ്പെട്ട, നമ്മുടെ ജന്മാന്തരങ്ങളിൽ നമ്മൾ ചെയ്തു കൂട്ടിയ ആ കർമ്മഗതിയിൽപ്പെട്ട ദോഷങ്ങളും അതുപോലെ നമ്മുടെ കുടുംബ ദോഷങ്ങളും, ഇങ്ങനെ ഈ ദോഷങ്ങളൊക്കെ മാറിപ്പോയിട്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈ നാടിനും ഈ ലോകത്തിനും എന്ത് നന്മയാണ് കിട്ടുന്ന ഒരു സങ്കല്പമാണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ടി മനോജ് സ്വാഗതവും പി ബാലൻ നന്ദിയും പറഞ്ഞു. കാസർഗോഡ് ഘടകത്തിന്റെ ചുമതലക്കാരും ആത്മബന്ധുക്കളും പരിപാടിയിൽ സംബന്ധിച്ചു. എല്ലാ വർഷവും ഫെബ്രുവരി 22-നാണ് പൂജിതപീഠം സമർപ്പണം ആഘോഷിക്കുന്നത്. അർദ്ധവാർഷിക കുംഭമേളയായാണ് ഇത് നടത്തപ്പെടുന്നത്. പൂജിതപീഠം സമർപ്പണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക സംഗമം നടന്നുവരുന്നതായി ആശ്രമം അധികാരികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.